ലക്ഷങ്ങൾ മുടക്കി കടലിൽ പോയിട്ടും ജീവിതം കരപിടിപ്പിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് മത്സ്യത്തൊഴിലാളികൾ. ഇതിനിടെ മത്സ്യബന്ധന യാനങ്ങൾക്ക് ഇന്ധന നികുതി ഇളവ് അനുവദിക്കാത്തതും തിരിച്ചടിയാകുന്നുണ്ട്. മത്സ്യത്തൊഴിലാളിയുടെ പ്രശ്നങ്ങളിൽ സർക്കാർ ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് ഭാരതീയ മത്സ്യപ്രവർത്തക സംഘത്തിന്റെ തീരുമാനം. ടോപ് 10 സ്പെഷ്യൽ. മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് വറുതിയുടെ കാലമാണ്. പല കുടുംബങ്ങളും പട്ടിണിയിലുമാണ്. മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിക്കേണ്ട സർക്കാർ സംവിധാനം ഇനിയും അവരോടുള്ള അവഗണന തുടരുകയാണോ? അവർക്കും ചിലത് പറയാനുണ്ട്. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി പരിഹരിക്കാത്തതും മത്സ്യബന്ധന യാനങ്ങൾക്ക് ഇന്ധന നികുതി ഇളവ് അനുവദിക്കാത്തതുമാണ് ഇവർ നേരിടുന്ന മറ്റ് പ്രശ്നങ്ങൾ. മത്സ്യത്തൊഴിലാളികളുടെയും അവരുടെ മക്കളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും പെൺമക്കളുടെ വിവാഹ ധനസഹായവും വർദ്ധിപ്പിക്കണമെന്ന് ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉദയ് ഘോഷ് ആവശ്യപ്പെട്ടു. അപകടം നിറഞ്ഞ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന വിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ. നമ്മുടെ തൊഴിൽ ദിനങ്ങൾ വളരെ കുറവാണ്. 365 ദിവസം ഉണ്ടെങ്കിലും ശരാശരി 120-130 ദിവസം മാത്രമേ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ സാധിക്കുന്നുള്ളൂ. അതുതന്നെ മറ്റുള്ള ജോലി പോലെയല്ല. ജോലിക്ക് പോയാൽ കൂലി ഉറപ്പില്ലാത്തൊരു മേഖലയാണ്. മത്സ്യം തേടിപ്പിടിച്ച് കണ്ടെത്തി മത്സ്യം നടത്തണം. അപ്പോൾ പലപ്പോഴും മത്സ്യം ലഭിക്കാത്ത സാഹചര്യവുമുണ്ട്. അവർക്കുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കടൽ ഇരമ്പുന്നത് പോലെ പിടയുകയാണ് ഓരോ മത്സ്യത്തൊഴിലാളികളുടെയും മനസ്സ്. അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളെങ്കിലും എത്രയും വേഗം സർക്കാർ ഉറപ്പുവരുത്തണം. ഈ മേഖലയിൽ മത്സ്യത്തൊഴിലാളികൾ ക്ഷേമനിധിയിലേക്ക് അടക്കുന്ന 1500 രൂപ അടച്ചു കഴിഞ്ഞാൽ പഞ്ഞമാസത്തിൽ ഞങ്ങൾക്ക് തരേണ്ട 4500 രൂപ അത് ഒരു ഗഡു മാത്രമാണ് തന്നത്. 50 ദിവസം ട്രോളിംഗ് നിരോധനത്തിന് ഇത് തിരിച്ചു തരേണ്ട സർക്കാർ ഇതുവരെക്കും മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചു തന്നിട്ടില്ല. ലക്ഷക്കണക്കിന് ഉറുപ്പിന് മുതലെടുത്തിട്ട് ഞങ്ങൾ പണിക്ക് പോയിട്ട് ജൂൺ ജൂലൈ ആയി, ഈ സീസൺ തീരാനായി. ഒരു വർഷത്തിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട പണിയില്ല, ഒരു പൈസ പോലും ഇല്ല. ഇപ്പോൾ ഒരു 10 ദിവസമായിട്ടുള്ളൂ ചില്ലറ മത്തിൻ്റെ പണി വന്നിട്ട് അത് കിട്ടുന്നവർക്കുണ്ട്. അപ്പോൾ ഈ മേഖല ആകെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുക. ശ്രീജിത്തിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. മത്സ്യബന്ധന മേഖലയെ തകർക്കുന്ന നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകണമെന്നും വിവിധ സംസ്ഥാനങ്ങൾ പ്രഖ്യാപിച്ച നികുതി ഇളവ് കേരളത്തിലും നടപ്പിലാക്കണമെന്നും ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന പ്രസിഡന്റ് പീതാംബരൻ പി പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾ അവരുടെ ട്രോളിംഗ് നിരോധനത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ 52 ദിവസം എങ്ങനെയാണ് മത്സ്യത്തൊഴിലാളി ജീവിക്കുന്നത്? ഈ മത്സ്യത്തൊഴിലാളി എങ്ങനെയാണ് ജീവിക്കേണ്ടത്? അവരുടെ കുട്ടികളെ എങ്ങനെയാണ് പോറ്റേണ്ടത്? അവരുടെ കുട്ടികളെ വിദ്യാലയത്തിലേക്ക് എന്തിനയക്കണം, എങ്ങനെ അയക്കണം, മറ്റ് ചിലവുകൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം? ഇതൊന്നും സർക്കാരിനൊരു ചിന്തയില്ല. സർക്കാർ ഒരു വർഷം ഡീസൽ ഇനത്തിൽ മാത്രം സബ്സിഡി നൽകാത്തത് കൊണ്ട്, വാറ്റിൽ ഇളവ് പ്രഖ്യാപിക്കാത്തത് കൊണ്ട് 100 മുതൽ 200 കോടി രൂപ വരെ മത്സ്യത്തൊഴിലാളികളിൽ നിന്നും സംസ്ഥാന സർക്കാർ കൊള്ള ചെയ്ത് കൊണ്ടുപോവുകയാണ്. 1-2 ബോട്ട് കയ്യിലുണ്ടായിരുന്ന ആൾക്കാർ പലരും ഇന്ന് ഈ മേഖല ഉപേക്ഷിച്ച് പോവുകയാണ്. അവർക്ക് ആർക്കും തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. വർഷത്തിൽ 120 മുതൽ 130 ദിവസം വരെയാണ് അവർക്ക് തൊഴിൽ ലഭ്യതയുടെ ദിവസമായിട്ട് മാറുന്നത്. വലിയൊരു വിഭാഗം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ വിഷയത്തിൽ അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഇതോടൊപ്പം തന്നെ ഭാരിച്ച ഇന്ധന ചെലവ് കാരണം മത്സ്യം പിടിക്കാൻ വേണ്ടി പോകും. 1, 2, 3 ദിവസം മത്സ്യം ലഭിച്ചില്ലെങ്കിൽ അതിൻ്റെ ബാധ്യതയോർത്ത്, കടമോർത്ത് അവർ പിന്നീട് പണിക്ക് പോകാതെയാവും. അത്തരത്തിൽ സാമ്പത്തികമായിട്ട് ദുരിതത്തിലാണെന്ന് കേരളത്തിലെ മത്സ്യബന്ധന സമൂഹം. ലക്ഷ്മിപ്രിയ ചേരുകയാണ്. ലക്ഷ്മി, കഷ്ടപ്പാടൊക്കെ സഹിച്ച് കടലിൽ പോയിട്ട് മീൻ പോലും കിട്ടാത്ത വറുതിയിലാണ് മീൻപിടുത്തക്കാർ, നമുക്കറിയാം. അതിന് പിന്നാലെയല്ലേ ഇപ്പോൾ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ പോലും കാലാനുസൃതമായി പരിഷ്കരിക്കാത്തൊരവസ്ഥ കൂടി? കടം വാങ്ങിയും മറ്റുമാണ് മത്സ്യത്തൊഴിലാളികൾ വലകളും അതുപോലെ തന്നെ ഇന്ധനങ്ങളും വാങ്ങിച്ച് കടലിലേക്ക് പോകുന്നത്. എന്നാൽ 40 ലക്ഷത്തിലധികം രൂപ ഇവർക്ക് ഇതിന് മാത്രമായി മുതൽ മുടക്കുണ്ട്. എന്നാൽ മത്സ്യങ്ങൾ പലപ്പോഴും ലഭിക്കാത്ത ഒരവസ്ഥയും നേരിടുന്നുണ്ട്. ഇതാണ് ഇവർ പ്രധാനമായും നേരിടുന്ന പ്രശ്നം. ഇതിന് പിന്നാലെയാണ് ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കണമെന്ന ആവശ്യം മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ മത്സ്യബന്ധന യാനങ്ങൾക്ക് ഇന്ധന ഇളവ് അനുവദിക്കാത്തത് ഇവരുടെ പ്രധാന പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് തന്നെ ഇന്ന് മത്സ്യത്തൊഴിലാളികളെല്ലാം പ്രതിഷേധിച്ചിരുന്നു. ഈ 2 ആവശ്യങ്ങളുമാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്നത്. ഏതായാലും ഇനി സർക്കാർ ഇവർക്കെതിരെ കണ്ണടക്കുകയാണെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. അതായത് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിനാണ് ഇവർ ഒരുങ്ങുന്നത്. അതുപോലെ തന്നെ ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം പ്രധാനമായും പറയുന്നത് ഇവർക്ക്
കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകണം, അവരുടെ മക്കൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകണം, അതുപോലെ തന്നെ വിവാഹ ധനസഹായം വർദ്ധിപ്പിക്കണം പെൺകുട്ടികളുടെ എന്ന ആവശ്യങ്ങളെല്ലാം ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഇനിയും സർക്കാരിൻ്റെ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് ഇവർ ഒരുങ്ങുന്നത്.